ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചായപ്പലഹാരമാണ് കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് 3 മുട്ടയാണ് വേണ്ടത്. മുട്ട നമുക്ക് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം കേട്ടോ. അപ്പൊ ഞാനിപ്പോ 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണ് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗർ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണ് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഷുഗർ ഒന്ന് മെൽട്ടായിട്ട് വന്നാൽ നമുക്കിതിലേക്ക് ഒരു നേന്ത്രപ്പഴം ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ നല്ല പഴുത്ത പഴം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് ഇത്രയും മതി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മാത്രം ഗീ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പോലെ കുറേ ഒന്നും ഓയിലോ വെളിച്ചെണ്ണയോ ഒന്നും ഒഴിക്കരുത്. ഒന്നിക്കൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് നെയ്യോ ബട്ടറോ മറ്റോ ചെറുതായിട്ടൊന്ന് തടവി കൊടുത്താൽ മതി. എന്നിട്ട് അത് നല്ലോണം ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് നല്ലോണം മിക്സ് ആക്കിയിട്ട് ആ പഴവും കൂടി ഈ മുട്ടേൻ്റെ മിക്സിലേക്ക് വരുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ട് എടുക്കാം. അത് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇതുപോലെ നമ്മുടെ ഈ ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ടാവും. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചായ പലഹാരമാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം.